സഖാവുണ്ടല്ലോ. അവരെ വിളിക്കടാ. മകന്റെ വോളിബോൾ കോച്ചിങ് കൂടെ ഹൈസ്കൂൾ. ചെക്കൻ നല്ല ഹൈറ്റ് ഉണ്ടല്ലേ? ഞാനാണ് സ്ഥിരമായിട്ട് പോകാറുള്ളത്. അത് ശരി. പിന്നെ നിന്റെ കൂടെ പെണ്ണ് കാണാൻ പോകുന്നു പോയി. ഇതാരാ അഡ്രസ് ഒന്ന്? ഷാപ്പിനുള്ളിൽ രാജൻ, ഉറുവന്തേരി. ഷാപ്പിനുള്ളിൽ രാജനോ? ഇതെന്താ അഡ്രസ്സാ? വല്ല ഉടായിപ്പുണ്ട്. പണ്ട് കാലം മുതലേ അറിയപ്പെടുന്ന വീട്ടുപേരാണ്. അതിനടുത്തൊരു ഷാപ്പുണ്ട്. ആ ഷാപ്പിൽ ജോലി ചെയ്യുന്ന ആളാണ് രാജൻ. അയ്യടാ രാജേട്ടടാ, അപ്പച്ചാന്ന് വിളിക്കടാ. ഇത് റെഡിയാവടാ. ഈ അഡ്രസ് വലിയ ശരിയില്ലട്ടോ. രാജെന്നുള്ള മാറ്റിട്ട് ശശി കിട്ടാറോ? ഇതിന്റെ മൊത്തം മാറ്റണം. ന്യൂ ജനറേഷൻ ആണോ? പഴക്കം നൽകാക്കേണ്ട പരിപാടിയാ. അതല്ല, ഇതിന്റെ ഡ്രസ്സിൽ മൊത്തം ന്യൂ ജനറേഷൻ. ടീഷർട്ട് ഓക്കെ, മുണ്ട് മാറ്റണം. മുണ്ട് മാറ്റിക്കണേ. ഇവിടെ ഉണ്ടാ നിങ്ങൾ? അവിടെ ഉണ്ട്, ഇവിടെ. കറക്റ്റ് ആസിഫലി. ബന്ധുണ്ട് സത്യൻ, പൊതുമരാമത്ത് സത്യം എന്നാ പറയാ. നാട്ടിലെ ഇന്റർനാഷണൽ പാരയാ പുതുമരാമത്ത് സത്യം. എന്ത് ഇതാണ് അഡ്രസ് വന്ന്? ചേട്ടന്റെ മരുമകൻ രജീഷ് തന്നെയാ പറഞ്ഞത്. എന്റെ മരുമോനല്ലേ? അതൊന്നിനും കൊള്ളാത്തൊരു ചെക്കന. എന്തായാലും കുട്ടീനെ ഒന്ന് കണ്ടിട്ട് പോവാ. എന്തായാലും നടക്കും തോന്നില്ല. അതൊക്കെ പോട്ടെ, ഇതിലേതാ പയ്യൻ? സംസാരിച്ചപ്പോ പരിചയപ്പെടുത്താൻ പറ്റുമോ? ഇത് പയ്യൻ രാകേഷ്. അറിയാലോ, മോള് ഡിഗ്രി കഴിഞ്ഞ് ഫാഷൻ ഡിസൈനിന്റെ കോഴ്സിന് പോയിരിക്ക. ആട്ടെ, ചെക്കനെന്താ ജോലി? ഞങ്ങളെല്ലാരും കാർപ്പന്ററാണ്. ഓ, അത് ശരി. നിങ്ങക്ക് നല്ല ശമ്പളവും റിട്ടയർഡായ പെൻഷനൊക്കെ ഉണ്ടാവൂല്ലേ? ഈ കാർപ്പന്റർ പണിക്കാരെന്ന് പറഞ്ഞാല് ഞങ്ങൾ ആശാരി പണിക്കാരാ. ആശാരിപ്പണിയാ? കള്ള ഹിമാർ എന്റെ മരുവൻ അഡ്രസ് അന്നേരത്തെ എനിക്ക് തോന്നിനി. കള്ള ചേറ്റ
എന്നാ ചെക്കനും പെണ്ണിനും എന്താ സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കട്ടെ. സംസാരം എന്റെ മോനെ സർക്കാർ ഉദ്യോഗസ്ഥൻ പുറപ്പെട്ട കല്യാണം കഴിപ്പിക്കുക. അതൊരു പ്യൂണാണേ പ്യൂണ്. ഇറങ്ങിപ്പോടാ. കേറിപ്പോടി. ഞങ്ങൾ ഇതിന് മാത്രം എന്ത് തെറ്റാ ചെയ്തേ? ദാ, പോടാ. ആശാരിപ്പണി അത്ര മോശമുള്ള പണിയല്ലട്ടാ. തന്റെ മോളെ ഒരു ഭരണിയുമായി അതിലിട്ട് വെച്ചേ. ഓരോരുത്തരും കുറ്റിയും പാച്ചെങ്കിലും പോരും. എന്റെ മോനെ ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥൻ കൊണ്ട് കല്യാണം കഴിപ്പിക്കും. ഒരു പെണ്ണ് ശരിയാണെങ്കിൽ ആദ്യം പെണ്ണിന് ഇഷ്ടപ്പെടണം, പിന്നെ അച്ഛന് ഇഷ്ടപ്പെടണം, പിന്നെ ജാതകം നോക്കണം, പിന്നെ അതും കഴിഞ്ഞിട്ട് നാട്ടുകാർക്കും കൂടി ഇഷ്ടപ്പെടണം. എന്റെ അമ്മോ മടുത്ത്. ഇനി ഈ പരിപാടിക്ക് എന്നെ കിട്ടൂല. മോളെ നീ എവിടെ പോന്നെ? ഇപ്പൊ വരാം. രാജേഷേട്ടാ, രാജേഷേട്ടാ, പാന്റും ഷൂസും പണ്ണാൻ കണ്ട ഇതിന്റെ ഒന്നും ആവശ്യം തന്നെ ഉണ്ടായിരുന്നില്ല. ഓരോ വേഷം കെട്ട. രാജേഷേട്ടാ, രാജേഷേട്ടാ, അച്ഛൻ പറഞ്ഞതും കാര്യാക്കണ്ട. അച്ഛനൊരു പ്രത്യേകത സൈക്കോയാ. നേരത്തെ പരിചയപ്പെടാൻ പറ്റിയില്ല. എന്റെ പേര് അനുശ്രീ. നിങ്ങളെന്നെ അനുവിനെ വിളിച്ചാൽ മതി. ഞാനോ? രാജേഷേട്ടാ, എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. അതിന് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ നിങ്ങളെ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. അടിപൊളി. പിന്നെ അച്ഛൻ എതിർത്താലും നിങ്ങൾക്ക് തന്നെ ഇഷ്ടമാണെങ്കിൽ എനിക്ക് നിങ്ങളെ കല്യാണം കഴിക്കാൻ സമ്മതമാണ്. എൻ്റെ നമ്പർ 8592895338.